Bad salsa, but they perform good salsa. Exactly. Although in the name it says bad salsa, they are the best salsa. So put your hands together for those two kids. Akash and Remita. Music Lounge IMAC 2013. The next award is for ഉസ്താദ് ഹോട്ടൽ. മനസ്സിലേക്ക് തറഞ്ഞു കയറുന്ന കഥാസന്ദർഭങ്ങൾ ഇനിയും ആവിഷ്കൃതമാകാനുണ്ടെന്ന് തിരിച്ചറിയുന്ന സംവിധായകനാണ് അൻവർ റഷീദ്. കഥ പറച്ചിലിൻ്റെ സുതാര്യത കൊണ്ട് മലയാള മനസ്സിനെ കീഴടക്കി ഈ സിനിമ. എൻ്റെ ലൈഫിൽ എന്തായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ, അതിന് വേറെ ആർക്കെങ്കിലും പറ്റും? അങ്ങനെയാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പം ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവില്ലേ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനൊരു കിളവൻ്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. കിസ്മത്താണ് മോനെ. മറക്കാനാകാത്ത അഭിനയ മുഹൂർത്തങ്ങൾ തിലകന് നൽകി ദുൽഖർ സൽമാനെ ഉയർന്ന പീഠത്തിലിരുത്തി അൻവർ റഷീദ് സംവിധായകൻ എന്ന ശീർഷകം അർത്ഥവത്താക്കി. I'm sure you'll all agree with us for giving this film the Best Film Award for Music Lounge IMAC 2013. ഈ പടത്തിന്റെ പോപ്പുലാരിറ്റിയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തില് നമ്മൾ തിരുവനന്തപുരം തൊട്ട് ഏതാണ്ട് കാസർഗോഡ് വരെ പോവുകയാണെങ്കിൽ ഒരുപാട് ഹോട്ടലുകളുടെ പേര് മാറ്റി ഉസ്താദ് ഹോട്ടൽ എന്നാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എത്രത്തോളം പോപ്പുലർ ആയി ഈ പടം എന്നുള്ളത്. Ladies and gentlemen, put your hands together for Anwar Rashid. And to present the award, we have on stage Mr. Pradap Pothan. Also, may I invite
Mr. Manoj, the MD of Kala Nilayam. എന്ത് കുരുക്കാണെന്ന് അറിഞ്ഞൂടാ, ശ്രീനാഥ് കയറിയിട്ടുണ്ട്. നമസ്കാരം ബുക്ക. നമസ്കാരം. ഞാൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുവരെ ജീവിതത്തിൽ പോയിട്ടില്ലായിരുന്നു. കൊച്ചിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു ബാൻഡ്, പാട്ട്, ബാസിയു, ലുക്കൊക്കെ ഒന്ന് നോക്കണം, താടി മുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് എന്നൊക്കെ അമ്പൂക്ക് എന്നോട് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ കാലിക്കറ്റ് പോയി. ഈ വലിയ മനുഷ്യൻ്റെ കൂടെ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. മലയാള സിനിമ, എനിക്കൊരു കാര്യം വളരെ ഓപ്പണായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജനറേഷനിലെ കുറേ പിള്ളേർ എൻ്റെ പ്രായത്തിൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് അങ്ങനത്തെ എന്നെപ്പോലത്തെ കുറേ പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ മലയാള സിനിമ ഉണ്ടാക്കിയതിനും അതിലൊരു പാർട്ടാവാൻ എന്നെ സഹായിച്ചതിലും വളരെ നന്ദിയുണ്ട്. ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഇത്രയ്ക്കൊന്നും ഇല്ല സിനിമ. എന്തായാലും ഐമാക്കിന് നന്ദി, ഉത്സാഹത്തോട്ടിന് നൽകിയ ഈ അംഗീകാരത്തിന്. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ എല്ലാ സിനിമകളെയും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കാണ് പ്രധാനപ്പെട്ട നന്ദി. Anwar Rashid, the award for the best film, Ustad Hotel. Now, the next award, Music Lounge IMAC 2013. The award for ഡയഗ്നോസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ അല്ല പ്രയാസം, ഡിസിഷൻസ് എടുക്കാനാണ്. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന് ഒരു പേഷ്യൻ്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കും, ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്. ലാൽ ജോസ്. ലാൽ ജോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിൽ നിന്നും മലയാളി കനപ്പെട്ട സംഭാവനകൾ ആഗ്രഹിക്കുന്നു. ഓരോ ചലച്ചിത്രവും ഗൗരവപൂർണമായ നിർമ്മിതികളായി പുറത്തു വരുന്നു. അവ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആത്യന്തിക നന്മകളെക്കുറിച്ചാണ്. അതിനാൽ തന്നെ ലാൽ ജോസ് ആസ്വാദകർക്ക് പ്രിയങ്കരനായി തീർന്നിരിക്കുന്നു. That's right. ഇതിലിപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൽ നമുക്കുള്ള പ്രതീക്ഷ, അദ്ദേഹത്തിൽ നമ്മൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, രണ്ടിനെയും അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. Ladies and gentlemen, Music Lounge IMAC 2013, the best director, Lal Jose. കഴിഞ്ഞ തവണ ഇദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിച്ചത് ലെജൻഡ് ഇൻ ദ മേക്കിംഗ് എന്നാണ്. Now I'll call him a real legend. To do the honors, may I call on stage Dr. Mohan Thomas, former chairman of Birla Public School. That's for you, Lalajara. നമസ്കാരം. ദോഹയുമായിട്ട് വളരെ വർഷത്തെ ബന്ധമുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്യുമെൻ്ററിയുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തുടർച്ചയായി അടുത്തടുത്ത് വീണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞു. ഐമാക്കിന് പ്രത്യേക നന്ദി. ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധുക്കളുമുള്ള ഒരു സ്ഥലമാണ്. അവരൊക്കെ കാണാനും കൂടിയുള്ളൊരു അവസരമായി ഇത് മാറി. കഴിഞ്ഞ വർഷം ഒരുപാട് അവാർഡുകൾ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ എനിക്ക് നേടിത്തന്നു. അപ്പോഴൊക്കെ എല്ലാ വേദികളിലും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ അവാർഡിന് ഈ വർഷം തന്നെ ഈ അവാർഡ് കിട്ടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളുണ്ടായ വർഷമാണ് 2012. ഏറ്റവും മികച്ച സംവിധായകരുടെ ഏറ്റവും മികച്ച സിനിമകളുണ്ടായ വർഷം. എനിക്ക് ശേഷം വന്ന തലമുറയിലെ ഏറ്റവും മിടുക്കന്മാരായ ആ സംവിധായകരെല്ലാവരും ഇന്നിവിടെ ഉണ്ട്. ഓരോ തവണ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ഈ വർഷം മേടിക്കുമ്പോഴും ചെറിയൊരു കുറ്റബോധത്തോട് കൂടിയിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ആഷിഖ്, അൻവർ റഷീദ്, വിനീത്, അങ്ങനെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സിനിമകൾ സമ്മാനിച്ച സംവിധായകർക്ക് വേണ്ടി കൂടെ അവരുടെ തൊട്ടു മുമ്പത്തെ തലമുറയിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവരുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഞാനിത്
വാങ്ങുന്നത്. മുന്നോട്ട് സിനിമ ചെയ്യാനുള്ള ഊർജം ഈ ചെറുപ്പക്കാരിൽ നിന്നാണ് ഞാനിനി ആർജിക്കേണ്ടത്. ഒരു ആരോഗ്യകരമായ മത്സരം അവരുടെ സിനിമകൾ എനിക്ക് നൽകുന്നുണ്ട്. എൻ്റെ നിലനിൽപ്പ് ഇനി അവർ ചെയ്യാൻ പോകുന്ന സിനിമകളാണ്. താങ്ക് യു. Now, the next award. Music Lounge IMAC 2013. The award for the best actress. പോകുന്നത് വരെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. ഇവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാനുള്ള വഴി ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. നിനക്ക് എങ്ങനെ ഇത്ര നോർമൽ ആവാൻ പറ്റുന്നു രസ? നിനക്ക് എന്നെ കണ്ടിട്ട് നോർമലായിട്ട് തോന്നുന്നുണ്ടോ? നോർമലായിട്ട് ഫീൽ ചെയ്തത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് പറയില്ല. റീമ കല്ലിങ്കൽ സിനിമയിലെ സ്ത്രീ സങ്കല്പത്തിന് സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് പുത്തൻ ഭാവപരിണാമം നൽകിയ അഭിനേത്രി. പതിവ് സങ്കല്പങ്ങളുടെ നിയമാവലി തെറ്റിച്ചു റീമ. ഒഴുക്കിനെതിരെ നീന്തുന്ന കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം ശ്രദ്ധേയമാക്കി റീമ കല്ലിങ്കലിനെ. എത്ര ഭാവങ്ങളല്ലേ നമ്മളിപ്പോ റീമയുടെ ഓൺ സ്ക്രീൻ കണ്ടത്. വെൽക്കം ഓൺ സ്റ്റേജ് once again to receive the award for the best Ladies and actress. gentlemen, that is the gorgeous and the versatile actress, Reema Kalingal. To present the award, may I call on stage from Crystal Group CEO Mr. Mibu Jose and Shanit Shamsuddin, BDM City Exchange, on behalf of Western Union. ദോഹ നമസ്കാരം. ആദ്യമായിട്ടാണ് ഇവിടെ ദോഹയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാനും ഒരു അവാർഡ് വാങ്ങാനും ഞാൻ വരുന്നത്. അതിന് ഐമാക്കിനോട് ഒരുപാട് നന്ദി. ഇന്ന് എൻ്റെ 22 ഫീമെയിൽ കോട്ടയം ഫാമിലി മൊത്തം ഇന്ന് ഇവിടെയുണ്ട്. എപ്പോഴും TG രവി സാർ മിസ്സിങ് ആയിരിക്കും. ഇന്ന് രവി അങ്കിളും ഉണ്ട്. അതുപോലെ 22 ഫീമെയിൽ കോട്ടയം എന്ന പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരുപാട് പേര് ഇന്ന് ഇവിടെയുണ്ട്. മധുവേട്ടൻ, സന്ദീപ്. ഇപ്പോഴും അവരിവിടെ ഇല്ല, എല്ലാവരും ബാക്ക് സ്റ്റേജ് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും അവർക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു ടു ദ ഹോൾ ടീം ഓഫ് 22FK, പ്രതാപ് സർ, ഫഹദ്, അഷിഖ്, എവ്രിബഡി. നിങ്ങളെല്ലാവരും ഇല്ലെങ്കിൽ ദിസ് വുഡ് നെവർ ഹാപ്പൻ. താങ്ക് യു സോ മച്ച്. Congratulations, Reema Kalingal, the best actress, 2013 Music Lounge IMAC. And now I know Doha can be naughty and all, alle. ഇപ്പാണ് എല്ലാം പുറത്ത് വരുന്നത്. Well, we are getting to the cream of the awards. All right, Let's so move on. you must have guessed the next award. You know what it is? Music Lounge IMAC 2013 award for exactly the best actor. ഹലോ, എത്തിയോ? അരുണേട്ടൻ അമ്മേ എത്തിന്ന്. അമ്മയോട് പറഞ്ഞേക്ക്. അല്ല, അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ട് പോവാൻ മറന്നൂല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ. നീ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ നിന്റെ അമ്മാവനുണ്ടല്ലോ മാനേജർ നാരായണൻ, അയക്കും കൊടുത്തോളൂ കുറച്ച്. ഫഹദ് ഫാസിൽ. അഭിനയം സ്വാഭാവികമായ ജീവിതമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നടൻ. ആധുനിക ജീവിത സമസ്യകളെ ആവിഷ്കരിക്കാൻ നിയോഗം കിട്ടിയ പ്രതിഭ. വെൽക്കം ബാക്ക് ടെസാക്കി എബ്രഹാം. മേക്കപ്പ് ഇട്ട് പേര് മാറ്റി സൺഗ്ലാസും വെച്ച് വന്നാ എനിക്കെന്നെ തിരിച്ചറിയില്ലേ? നിന്റെ കൂടെ കിടന്നവരല്ലേടി ഞാൻ. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെ പരകായ പ്രവേശം കൊണ്ടെന്ന പോലെ അവതരിപ്പിക്കുന്ന അഭിനയസിദ്ധി. യൗവനത്തിന്റെ പുത്തൻ ആവേശം.
not just a great actor, everybody has got a crush on him too. Ladies and gentlemen, the best actor, Music Lounge IMAC 2013 goes to Fahad Fazil. That's Fahad Fazil, the tomorrow of Malayalam cinema. And to present the award, may I invite on stage Mr. Hassan Kunyi, the president of Ideal Indian School, chairman Horatia Global, also Mr. Sharaf P. Hamid, CEO of City Exchange and Western Union. അസ്സലാമലൈക്കും, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു ദുബായ്, ഐ മീൻ ദോഹ. ആൻഡ് ഞാൻ ഭയങ്കര ടെൻസ്ഡാണ്, അതാണ് പറ്റിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റീമ നേരത്തെ പറഞ്ഞ പോലെ 22 FKയുടെ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രവി സാറിനെ ആദരിച്ച ചടങ്ങിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ ആകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും മറക്കല്ല ഈ രാത്രി. ഓൾസോ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ രണ്ട് പടങ്ങളുടെയും അവാർഡ്സ് യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് ലാലുവേട്ടനും ആഷിക്കുമാണ്. അവർ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് യുവർ അവാർഡ്. താങ്ക് യു ദോഹ. Now, another one, another entertainer on stage. That's right. He's this big bomb. നമ്മളിവിടെ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കുറേ നേരമായിട്ട്. And you even wondered whether he's turned up or not. Well, yes, very patiently he's been waiting for his turn. And ഇനി അടുത്തത് to set the stage on fire. Ladies and gentlemen, that is Naresh Iyer. Hello! Okay, I was just checking my voice after waiting for such a long time. നിനാദസ്വരം പോലെ വന്നാ സ്വരം പോലെ വന്നാ നാവിക്കവലല്ലാന നീ ഏഴ് സ്വരം പോലെ വന്നാ എട്ട സ്വരം നാണാ നാനേ നാനേ
பந்தி வைக்கும் அவளை மவளை அடு ஜுமுகி போட்ட மயிலே மயில் என்ன மாயாக்குறியே தனன நனன நன தக்கச்சோ தனன 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 நகர் 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 தீ தனக்கு தீம் தீ தனக்கு தீம் 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 தனக்கு தீம் பேசும்போது கரண்டேறிதே உங்க ஊரு கல்பாக்கமா நாரம் வெள்ளம் முருகேறி கேண்டி நீயும் மனப்பாறையா நீ கை கால் முளைச்ச மத்தடமா உன்னை வாசிக்க பின்னால் சுத்தடமா நீ ஹார்மோனிய கட்டயமா என் ஹார்மோ செய்து சேட்டையம்மா ஜுமுகி போட்ட மயிலே மயில் என்ன மாயாக்குறிய 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 படையப்பட்டி தவிர தவிர ஜுகல் பந்தி வேகும் அவளை மவளை அடு ஜுமுகி போட்ட மயிலே மயில் என்ன மாயாக்குறிய 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 Maya Kuriya, Maya Kuriya. Thank you very much. The next song what I'm going to do is the song what I sang for the movie Anwar. അന്തിവയിൽ നാടം നിന്റെ ചിരി പോലെ മിന്നി വഴി നീരേ പെണ്ണിലണയവളുടെ മൃദുപദ ചലനവും ഒരു ശ്രുതി അത് നിറയുകയോ